ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഉടച്ചിങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ തക്കാളിക്ക ഉണ്ടെങ്കിൽ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താൽ മതി. ഇട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫില്ലിംഗ് ഒക്കെ തേണ്ട റെഡി ആയിട്ടുണ്ട്. തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചൂടുവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഗോതമ്പ് പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഗ്രേവിക്കകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നല്ലോ, അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പ് മതി. ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കണം. ഏകദേശം ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിനാണ് നമ്മൾ കുഴച്ചെടുത്തേക്കുന്നത്. ഇച്ചിരി പൊടി തൂവി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കനം കുറച്ചൊന്ന് പരത്തി എടുക്കണം. എടുത്ത് വെച്ചേക്കുന്ന മാവ് വേണ്ട ഇത്രയും നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഏകദേശം ചപ്പാത്തിയുടെ ഒരു കനത്തിലാണ്. നമുക്ക് ഈ ഒരു വലിപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. കണ്ടോ, ഇവിടെ ഇത്രയും കട്ട് ചെയ്ത് ഇത്ര എണ്ണം എടുത്തിട്ടുണ്ട്. വെച്ചു അതേപോലെ തന്നെ ഒരെണ്ണം എടുത്ത് ഇതിൻ്റെ പുറത്തോട്ട് നമ്മളിങ്ങനെ വെക്കണം. കണ്ടോ, ഈ ഗ്രേവി ഉണ്ടല്ലോ, എടുത്ത് വെച്ചേക്കുന്ന ഗ്രേവി, നമുക്കിനി ഇതിൻ്റെ ഗ്രേവി കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനൊന്ന് മടക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ടിങ്ങനെ മടക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി ഇതിങ്ങനെ പിടിച്ച് കണ്ടോ, നമ്മൾ ഇവിടെ ഇതളൊന്ന് വിടർച്ച് കൊടുക്കണം. ഇതിൻ്റെ സൈഡൊക്കെ നമ്മളൊന്ന് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഇത് മൊത്തം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, കാണാൻ തന്നെ എന്ത് രസമാണ്. ഒരു അപ്പച്ചമ്പ് എടുത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇച്ചിരി എണ്ണ തേച്ച് കൊടുക്കണം. ഓരോന്നെടുത്ത് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. അപ്പച്ചമ്പിനകത്ത് നമ്മളതെല്ലാം വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേകട്ടെ. ആവിക്കകത്തുനിന്ന് എടുത്തായിരുന്നു, നിങ്ങളെ അത് ഞങ്ങൾ കാണിച്ചില്ല. പിന്നെ നമ്മൾ കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് മല്ലിയിലൊക്കെ ഇതിലേക്കൂടെ തൂവിയിട്ടുണ്ട്. കണ്ടോ.